ഓം ശാന്തി. 12-11-20. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ എന്ത് പഠിപ്പിക്കുന്നുവോ അത് നല്ല രീതിയിൽ പഠിക്കൂ. എങ്കിൽ 21 ജന്മത്തേക്ക് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാകും. സദാ സുഖമുള്ളവരായി മാറും. ചോദ്യം: കുട്ടികളായ നിങ്ങളുടെ അതീന്ദ്രിയ സുഖത്തിൻ്റെ മഹിമയുള്ളത് എന്തുകൊണ്ട്? ഉത്തരം: കാരണം കുട്ടികളായ നിങ്ങൾ തന്നെയാണ് ഈ സമയം ബാബയെ അറിയുന്നത്. നിങ്ങൾ തന്നെയാണ് ബാബയിലൂടെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ അറിഞ്ഞത്. നിങ്ങളിപ്പോൾ സംഗമത്തിൽ പരിധിയില്ലാത്തതിൽ നിൽക്കുന്നു. അറിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഉപ്പു ചാനലിൽ നിന്നും അമൃതിൻ്റെ മധുരമായ ചാനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മെ സ്വയം ഭഗവാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സന്തോഷം ബ്രാഹ്മണർക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിനാൽ അതീന്ദ്രിയ സുഖം നിങ്ങളുടേതാണ് പാടപ്പെട്ടിട്ടുള്ളത്. ഓം ശാന്തി. ആത്മീയ പരിധിയില്ലാത്ത ബാബ ആത്മീയ പരിധിയില്ലാത്ത കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. അതായത് തൻ്റെ മതം നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ജീവാത്മാക്കളാണ് എന്നത് തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം വരുത്തണമല്ലോ. നമ്മൾ ഏതെങ്കിലും പുതിയ സ്കൂളിലല്ല പഠിക്കുന്നത്. ഓരോ 5000 വർഷത്തിന് ശേഷവും പഠിച്ചു വരുന്നു. ബാബ ചോദിക്കുന്നുണ്ടല്ലോ, മുൻപ് എപ്പോഴെങ്കിലും പഠിക്കുവാൻ വന്നിട്ടുണ്ടോ? അപ്പോൾ എല്ലാവരും പറയും, നമ്മൾ ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബയുടെ അടുക്കൽ വരുന്നു. ഇത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അതോ ഇത് മറന്നു പോകുന്നോ? സ്റ്റുഡൻറ്റിന് സ്കൂൾ തീർച്ചയായും ഓർമ്മ വരുമല്ലോ. എയിം ഓബ്ജക്റ്റ് ഒന്ന് തന്നെയാണ്. ആരെല്ലാമാണോ കുട്ടികളാകുന്നത്, അത് 2 ദിവസത്തെ കുട്ടിയായാലും പഴയവരായാലും എയിം ഓബ്ജക്റ്റ് ഒന്ന് തന്നെയാണ്. ആർക്കും തന്നെ നഷ്ടമുണ്ടാവുക സാധ്യമല്ല. പഠനത്തിൽ ഇൻകം ഉണ്ട്. അവരും ഗ്രന്ഥം ഇരുന്ന് വായിച്ച് കേൾപ്പിക്കുമ്പോൾ സമ്പാദ്യമുണ്ടാകുന്നു. ശരീര നിർവഹണാർത്ഥമുള്ളത് ഉടനെ വരും. സന്യാസിയാവുകയും 1-2 ശാസ്ത്രങ്ങൾ ഇരുന്ന് കേൾപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇൻകം ഉണ്ടാകും. ഇപ്പോൾ ഇതെല്ലാം സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഓരോ കാര്യത്തിലും വരുമാനം ആവശ്യമാണല്ലോ. പൈസയുണ്ടെങ്കിൽ എവിടെയും ചുറ്റിക്കറങ്ങി പിന്നെ വരാം. കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ നമ്മെ വളരെ നല്ല പഠനം പഠിപ്പിക്കുന്നു. അതിലൂടെ 21 ജന്മത്തേക്കുള്ള വരുമാനം ലഭിക്കുന്നു. നമ്മൾ സുഖമുള്ളവരായി മാറും വിധത്തിലുള്ള ഇൻകമാണ് ഇത്. ഒരിക്കലും രോഗാവസ്ഥയിലാവില്ല. സദാ അമരമായിരിക്കും. ഈ നിശ്ചയം വരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ നിശ്ചയം വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉത്സാഹം വരും. ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും. ഉള്ളിൽ സ്മരിക്കണം, നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ ഉവാച, ഇത് ഗീതയാണ്. ഗീതയുടെയും യുഗം വരുന്നല്ലോ. ഇത് 5ാമത്തെ യുഗമാണ് എന്ന് കേവലം മറന്നുപോയി. ഈ സംഗമം വളരെ ചെറുതാണ്. വാസ്തവത്തിൽ 4ാമത്തെ ഭാഗം എന്നും പറയില്ല. പെർസെൻറ്റേജ് എടുക്കുവാൻ സാധിക്കും. അതും മുന്നോട്ട് പോകവേ ബാബ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. കുറച്ചൊക്കെ ബാബ പറഞ്ഞു തരിക എന്നതും അടങ്ങിയിട്ടുള്ളതാണല്ലോ. നിങ്ങൾ എല്ലാ ആത്മാക്കളിലും പാർട്ട് അടങ്ങിയിട്ടുണ്ട്. അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്ത് പഠിക്കുന്നുവോ അതും റെപ്പിറ്റേഷനാണല്ലോ. റെപ്പിറ്റേഷൻ്റെ രഹസ്യവും കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലായി. ഓരോ ചുവടിലും പാർട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു. 1 സെക്കൻഡ് പോലെ ആകില്ല മറ്റൊന്ന്. ടിക് ടിക്, അതായത് നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ടിക് എന്നാൽ സെക്കൻഡ് കടന്നുപോയി.
പേനിനെ പോലെ ടിക് ടിക്കായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പരിധിയില്ലാത്തതിൽ നിൽക്കുന്നു. മറ്റൊരു മനുഷ്യനും പരിധിയില്ലാത്തതിൽ നിൽക്കുന്നില്ല. ആർക്കും തന്നെ പരിധിയില്ലാത്തതിൻ്റെ നോളജ് ഇല്ല. അതായത് ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജ് ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറും അറിയാം. നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സംഗമയുഗം. ഇതിനെ ക്രോസ് ചെയ്യേണ്ടതുണ്ട്. ഉപ്പു ചാനലാണല്ലോ. ഇതാണ് മധുരമധുരമായ അമൃതിൻ്റെ ചാനൽ. അതാണ് വിഷത്തിൻ്റേത്. ഇപ്പോൾ നിങ്ങൾ വിഷത്തിൻ്റെ സാഗരത്തിൽ നിന്നും ക്ഷീരസാഗരത്തിലേക്ക് പോകുന്നു. ഇതാണ് പരിധിയില്ലാത്ത കാര്യം. ലോകത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. പുതിയ കാര്യമാണല്ലോ. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നത്? ആ ഒന്ന് എന്ത് പാർട്ട് അഭിനയിക്കുന്നു എന്നും ടോപ്പിക്കിലും പറയുന്നു. വരൂ, പരംപിത പരമാത്മാവിൻ്റെ ബയോഗ്രഫി നിങ്ങളെ കേൾപ്പിക്കാം. അല്ലെങ്കിൽ തന്നെ കുട്ടികൾ അച്ഛൻ്റെ ബയോഗ്രഫി കേൾപ്പിക്കാറുണ്ട്. സാധാരണമാണ്. ഇതാണെങ്കിൽ പിന്നെ പിതാക്കന്മാരുടെയും പിതാവാണല്ലോ. നിങ്ങളിലും നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് അറിയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ രീതിയിൽ ബാബയുടെ പരിചയം നൽകണം. നിങ്ങൾക്കും ബാബയാണ് നൽകിയത്. അതിനാലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മറ്റാർക്കും പരിധിയില്ലാത്ത ബാബയെ അറിയുവാൻ സാധിക്കില്ല. നിങ്ങളും സംഗമത്തിൽ തന്നെയാണ് അറിയുന്നത്. മനുഷ്യർ, അത് ദേവതയായാലും ശൂദ്രനായാലും പുണ്യാത്മാവായാലും പാപാത്മാവായാലും ആരും അറിയുന്നില്ല. കേവലം സംഗമയുഗത്തിലെ ബ്രാഹ്മണരായ നിങ്ങൾ മാത്രമാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടാകണം. അതിനാലാണ് മഹിമയുള്ളത്. അതീന്ദ്രിയ സുഖം ചോദിക്കണമെങ്കിൽ ഗോപഗോപികമാരോട് ചോദിക്കൂ എന്ന്. ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. സുപ്രീം എന്ന വാക്ക് തീർച്ചയായും ചേർക്കണം. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ മറന്നു പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ശിവ് ബാബയുടെ മഹിമയിൽ ഈ വാക്ക് തീർച്ചയായും ചേർക്കണം. നിങ്ങളല്ലാതെ മറ്റാരും അറിയുന്നതേയില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നു എങ്കിൽ നിങ്ങളുടെ വിജയം ഉണ്ടായതുപോലെയാണ്. നിങ്ങൾക്കറിയാം, പരിധിയില്ലാത്ത ബാബ സർവരുടെയും ശിക്ഷകനും സർവരുടെയും സദ്ഗതി ദാതാവുമാണ്. പരിധിയില്ലാത്ത സുഖവും പരിധിയില്ലാത്ത ജ്ഞാനവും നൽകുന്നവനാണ്. എന്നിട്ടും ഇങ്ങനെയുള്ള ബാബയെ മറന്നു പോകുന്നു. മായ എത്ര സമർത്ഥമാണ്. ഈശ്വരനെ സമർത്ഥൻ എന്ന് പറയുന്നു. എന്നാൽ മായയും കുറവല്ല. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ആക്യുറേറ്റായി അറിയുന്നു. ഇതിന് പേര് തന്നെ രാവണൻ എന്നാണ് വച്ചിരിക്കുന്നത്. രാമരാജ്യവും രാവണരാജ്യവും. ഇതിനെക്കുറിച്ചും ആക്യുറേറ്റായി മനസ്സിലാക്കിച്ചു കൊടുക്കണം. രാമരാജ്യമുണ്ട്, അപ്പോൾ തീർച്ചയായും രാവണരാജ്യവുമുണ്ട്. സദാ രാമരാജ്യം ഉണ്ടായിരിക്കുക സാധ്യമല്ല. രാമരാജ്യം അഥവാ ശ്രീകൃഷ്ണന്റെ രാജ്യം ആരാണ് സ്ഥാപിക്കുന്നത്? ഇത് പരിധിയില്ലാത്ത ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾക്ക് ഭാരതഖണ്ഡത്തിൻ്റെ വളരെയധികം മഹിമ ചെയ്യേണ്ടതുണ്ട്. ഭാരതം സത്യഖണ്ഡമായിരുന്നു. എത്ര മഹിമയുണ്ടായിരുന്നു. അങ്ങനെ ആക്കുന്നവൻ ബാബ തന്നെയാണ്. നിങ്ങൾക്ക് ബാബയോട് എത്ര സ്നേഹമാണ്. എയിം ഓബ്ജക്റ്റ് ബുദ്ധിയിലുണ്ട്. ഇതും അറിയാം. നമ്മൾ സ്റ്റുഡൻസിന് തൻ്റെ പഠനത്തിൻ്റെ ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. ക്യാരക്ടറിൻ്റെയും ചിന്ത ഉണ്ടായിരിക്കേണ്ടതാണ്. വിവേകം പറയുന്നു, ഗോഡ്ലി പഠനമായിരിക്കെ അതിൽ ഒരു ദിവസം പോലും മിസ് ചെയ്യുവാൻ പാടില്ലാത്തതാണ്. ടീച്ചർ വന്നതിന് ശേഷം ലേറ്റായും എത്തിച്ചേരുവാൻ പാടില്ല. ടീച്ചറിന് ശേഷം വരിക എന്നതും ഒരു ഇൻസൾട്ടാണ്. സ്കൂളിലും വൈകിയാണ് വരുന്നത് എങ്കിൽ അവരെ ടീച്ചർ പുറത്തു നിർത്തുന്നു. ബാബ തൻ്റെ കുട്ടിക്കാലത്തെ ഉദാഹരണവും പറഞ്ഞു തരുന്നു. എൻ്റെ ടീച്ചർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അകത്തേക്ക് കയറാൻ പോലും അനുവദിച്ചിരുന്നില്ല. ഇവിടെയാണെങ്കിൽ
വളരെ പേരുണ്ട് വൈകിയാണ് വരുന്നത്. സേവനം ചെയ്യുന്ന സൽപുത്രരായ കുട്ടികൾ തീർച്ചയായും ബാബയ്ക്ക് പ്രിയമായി തോന്നുമല്ലോ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ആദി സനാതന ദേവീ ദേവതാ ധർമ്മം ഇതായിരുന്നല്ലോ. ഇവരുടെ ധർമ്മം എപ്പോൾ സ്ഥാപിതമായി? അല്പം പോലും ആരുടെയും ബുദ്ധിയിലില്ല. നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് പോലും ഓരോ നിമിഷവും വഴുതിപ്പോകുന്നു. നിങ്ങളിപ്പോൾ ദേവീ ദേവത ആകുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വയം പരംപിത പരമാത്മാവ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇത് നമ്മുടെ ബ്രാഹ്മണ കുലമാണ്, ഡിനാസ്റ്റി അല്ല. ഇതാണ് സർവോത്തമ ബ്രാഹ്മണ കുലം. ബാബയും സർവോത്തമമാണല്ലോ, ഉയർന്നതിലും ഉയർന്നതാണ്. അപ്പോൾ തീർച്ചയായും ആ ഒന്നിൻ്റെ പ്രാപ്തിയും ഉയർന്നത് തന്നെയാകും. ആ ഒന്നിനെ തന്നെയാണ് ശ്രീ ശ്രീ എന്ന് പറയുന്നത്. നിങ്ങളെയും ശ്രേഷ്ഠമാക്കി മാറ്റുന്നു. നമ്മെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നവൻ ആരാണ് എന്ന് കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. മറ്റുള്ളവർ ഒന്നും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ പറയും, നമ്മുടെ ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആത്മാക്കളാണ്. ആത്മാക്കളായ നമുക്ക് ബാബ സ്മൃതി വരുത്തി, നിങ്ങൾ എൻ്റെ സന്താനമാണ്, ബ്രദർഹുഡാണല്ലോ. ബാബയെ ഓർമ്മിക്കുകയും ചെയ്യുന്നു. മനസ്സിലാക്കുന്നുണ്ട്, ആ ഒന്ന് നിരാകാരനായ പിതാവാണ്. അപ്പോൾ തീർച്ചയായും ആത്മാവിനെയും നിരാകാരം എന്ന് തന്നെ പറയും. ആത്മാവ് തന്നെയാണ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നത്, പിന്നെ പാട്ട് അഭിനയിക്കുന്നു. മനുഷ്യർ പിന്നെ ആത്മാവിന് പകരം സ്വയം ശരീരമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ആത്മാവാണ് എന്നത് മറന്നു പോകുന്നു. ഞാൻ ഒരിക്കലും മറക്കുന്നില്ല. ആത്മാക്കളായ നിങ്ങളെല്ലാവരും സാലിഗ്രാമാണ്. ഞാൻ പരംപിതാവാണ്, അതായത് പരം ആത്മാ. ആ ഒന്നിന് മറ്റൊരു നാമം ഉണ്ടായിരിക്കുന്നില്ല. ആ പരമാത്മാവിൻ്റെ നാമമാണ് ശിവൻ. നിങ്ങളും അതുപോലെ ആത്മാവാണ്. എന്നാൽ നിങ്ങളെല്ലാവരും സാലിഗ്രാമാണ്. ശിവന്റെ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെയും വളരെയധികം സാലിഗ്രാമങ്ങൾ വയ്ക്കുന്നു. ശിവന്റെ പൂജ ചെയ്യുമ്പോൾ സാലിഗ്രാമിൻ്റെതും അതിനോടൊപ്പം ചെയ്യുന്നുവല്ലോ. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ആത്മാവിനും ശരീരത്തിനും രണ്ടിനും പൂജയുണ്ടാകുന്നു. എനിക്കാണെങ്കിൽ കേവലം ആത്മാവിൻ്റേത് മാത്രമാണ് ഉണ്ടാകുന്നത്, ശരീരമില്ല. നിങ്ങൾ എത്ര ഉയർന്നവരാകുന്നു. ബാബയ്ക്കാണെങ്കിൽ സന്തോഷമുണ്ടാകുന്നുവല്ലോ. അച്ഛൻ ദരിദ്രമായിരിക്കും, കുട്ടികൾ പഠിച്ച് എത്ര ഉയരത്തിലേക്ക് പോകുന്നു, എന്തിൽ നിന്നും എന്തായി മാറുന്നു. ബാബയ്ക്കും അറിയാം നിങ്ങൾ എത്ര ഉയർന്നവരായിരുന്നു. ഇപ്പോൾ എത്ര ഓർഫനായിരിക്കുന്നു, അനാഥമായിരിക്കുന്നു. അച്ഛനെ തന്നെ അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ബാബയുടേതായിരിക്കുന്നു. അപ്പോൾ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായി മാറുന്നു. ബാബ പറയുന്നു, എന്നെ പറയുന്നത് തന്നെ ഹെവൻലി ഗോഡ് ഫാദർ എന്നാണ്. ഇപ്പോൾ സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു എന്നതും നിങ്ങൾക്കറിയാം. അവിടെ എന്തെല്ലാം ഉണ്ടായിരിക്കും എന്നത് നിങ്ങളുടെ അല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിലില്ല. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു, ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു. പ്രജകളും ഇങ്ങനെ പറയും, നമ്മൾ അധികാരിയാണ് എന്ന്. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങളുടെ മാത്രം ബുദ്ധിയിലാണുള്ളത്. അപ്പോൾ സന്തോഷമുണ്ടായിരിക്കേണ്ടതാണല്ലോ. ഈ കാര്യങ്ങൾ കേട്ട് പിന്നെ മറ്റുള്ളവരെയും കേൾപ്പിക്കണം. അതിനാൽ സെന്ററും മ്യൂസിയവും തുറന്നുകൊണ്ടിരിക്കുന്നു. എന്താണോ കഴിഞ്ഞ കൽപ്പത്തിൽ നടന്നിരുന്നത് അത് തന്നെ നടന്നുകൊണ്ടിരിക്കും. മ്യൂസിയത്തിനും സെന്ററിനും വേണ്ടി നിങ്ങൾക്ക് വളരെ പേർ ഓഫർ ചെയ്യും. പിന്നെ വളരെയധികം പേർ വരും. എല്ലാവരുടെയും എല്ലുകൾ മൃദുവായിക്കൊണ്ടിരിക്കുന്നു, അതായത് അവരുടെ കാഠിന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ലോകത്തിൻ്റെയും എല്ലുകളെ നിങ്ങൾ മൃദുവാക്കിക്കൊണ്ടിരിക്കുന്നു.
നിങ്ങളുടെ യോഗത്തിൻ്റെ ശക്തി എത്ര പ്രബലമാണ്. ബാബ പറയുന്നു, നിങ്ങളിൽ വളരെയധികം ശക്തിയുണ്ട്. ഭക്ഷണം നിങ്ങൾ യോഗത്തിലിരുന്ന് തയ്യാറാക്കുകയും കഴിപ്പിക്കുകയും ചെയ്യൂ. എങ്കിൽ ബുദ്ധി ഈ ഭാഗത്തേക്ക് ആകർഷിക്കും. ഭക്തി മാർഗത്തിലാണെങ്കിൽ ഗുരുക്കന്മാരുടെയും ഉച്ഛിഷ്ടവും കഴിക്കുന്നു. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഭക്തി മാർഗത്തിൻ്റെ വിസ്താരം വളരെയധികമുണ്ട്. അതിനെ വർണ്ണിക്കുവാൻ സാധിക്കില്ല. ഇത് ബീജമാണ്, അത് വൃക്ഷമാണ്. ബീജത്തെ വർണ്ണിക്കുവാൻ സാധിക്കും. പിന്നെ ആരോടെങ്കിലും വൃക്ഷത്തിലെ ഇലകൾ എണ്ണുവാൻ പറയുകയാണെങ്കിൽ ചെയ്യുവാൻ സാധിക്കില്ല. എണ്ണമറ്റ ഇലകളുണ്ട്. ബീജത്തിലാണെങ്കിൽ ഇലയുടെ അടയാളം കാണപ്പെടുന്നില്ല. അത്ഭുതമാണല്ലോ. ഇതിനെ പ്രകൃതിയുടെ ശക്തി എന്ന് പറയും. ജീവജന്തുക്കൾ എത്ര വണ്ടർഫുള്ളാണ്. അനേകം പ്രകാരത്തിലുള്ള കീടങ്ങളുണ്ട്. എങ്ങനെയാണ് ജനിക്കുന്നത്? വളരെ വണ്ടർഫുള്ളായ ഡ്രാമയാണ്. ഇതിനെ പറയുന്നത് തന്നെ നേച്ചർ എന്നാണ്. ഇതും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണ്. സത്യയുഗത്തിൽ എന്തെല്ലാമാണ് കാണുക? അവയും പുതിയ വസ്തുക്കൾ തന്നെയായിരിക്കും. എവ്രിതിങ് ന്യൂ ആയിരിക്കും. മയിലിനെ കുറിച്ചും ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. അതിനെ ഭാരതത്തിൻ്റെ നാഷണൽ ബേർഡ് എന്ന് പറയുന്നു. കാരണം ശ്രീകൃഷ്ണൻ്റെ കിരീടത്തിൽ മയിൽപീലി കാണിക്കുന്നു. ആൺമയിലും പെൺമയിലും ഭംഗിയുള്ളവയായിരിക്കുന്നു. ഗർഭവും കണ്ണുനീരിലൂടെയാണ് ഉണ്ടാകുന്നത്. അതിനാൽ നാഷണൽ ബേർഡ് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ഭംഗിയുള്ള പക്ഷികൾ വിദേശത്തുമുണ്ട്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തന്നു. അത് മറ്റാരും അറിയുന്നില്ല. പറയൂ, നമ്മൾ താങ്കൾക്ക് പരംപിത പരമാത്മാവിൻ്റെ ബയോഗ്രഫി പറഞ്ഞു തരുന്നു. രചയിതാവുണ്ട് എങ്കിൽ തീർച്ചയായും ആ ഒന്നിൻ്റെ രചനയും ഉണ്ടാകും. ആ ഒന്നിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും നമ്മൾ അറിയുന്നുണ്ട്. ഉയർന്നതിലും ഉയർന്ന് പരിധിയില്ലാത്ത ബാബയുടെ പാർട്ട് എന്താണ് എന്നത് നമ്മൾ അറിയുന്നു. ലോകത്തിൽ ഒന്നും അറിയുന്നില്ല. ഇത് വളരെ മോശമായ ലോകമാണ്. ഈ സമയം സൗന്ദര്യത്തിലും കുഴപ്പങ്ങളുണ്ട്. പെൺകുട്ടികളെ നോക്കൂ, എങ്ങനെയെല്ലാമാണ് ഇറക്കിക്കൊണ്ടു പോകുന്നത്. കുട്ടികളായ നിങ്ങൾക്ക് ഈ വികാരി ലോകത്തോട് വെറുപ്പുണ്ടാകണം. ഇത് മോശമായ ലോകമാണ്, മോശമായ ശരീരമാണ്. നമുക്ക് ഇപ്പോൾ ബാബയെ ഓർമ്മിച്ച് തൻ്റെ ആത്മാവിനെ പവിത്രമാക്കേണ്ടതുണ്ട്. നമ്മൾ സദോ പ്രധാനമായിരുന്നു, സുഖമുള്ളവരായിരുന്നു. ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നു. അതിനാൽ ദുഃഖിതരാണ്. വീണ്ടും സദോ പ്രധാനമാകണം. നമ്മൾ പതീതത്തിൽ നിന്നും പാവനമാകട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, പാടുന്നുമുണ്ട് പതീത പാവന എന്ന്. പക്ഷേ വെറുപ്പൊന്നും വരുന്നില്ല. കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇത് മോശമായ ലോകമാണ്. പുതിയ ലോകത്ത് നമുക്ക് ശരീരവും പുഷ്പം പോലെ ഉള്ളത് ലഭിക്കും. ഇപ്പോൾ നമ്മൾ അമരപുരിയുടെ അധികാരിയായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ സദാ സന്തോഷമായും ഹർഷിതമുഖമായും ഇരിക്കേണ്ടതാണ്. നിങ്ങൾ വളരെ സ്വീറ്റ് ചിൽഡ്രൻ ആണ്. ബാബ 5000 വർഷത്തിന് ശേഷം ആ കുട്ടികളുമായി വന്ന് കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പോൾ തീർച്ചയായും സന്തോഷമുണ്ടാകുമല്ലോ. ഞാൻ വീണ്ടും വന്നിരിക്കുന്നു കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്താൻ. ശരി, മധുരമധുരമായ സിഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: നമ്മൾ ഗോഡ്ലി സ്റ്റുഡൻസ് ആണ്. അതിനാൽ പഠനത്തിൻ്റെ ലഹരിയും ഉണ്ടായിരിക്കണം. തൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ മേലും ശ്രദ്ധയുണ്ടാകണം. ഒരു ദിവസം പോലും പഠനം മിസ് ചെയ്യരുത്. വൈകി ക്ലാസ്സിൽ വന്ന് ടീച്ചറിനെ ഇൻസൾട്ട് ചെയ്യരുത്. ഈ വികാരിയും മോശവുമായ ലോകത്തോട് വെറുപ്പ് വയ്ക്കണം. ബാബയുടെ ഓർമ്മയിലൂടെ തൻ്റെ ആത്മാവിനെ പവിത്രവും സദോ പ്രധാനം ആക്കുന്നതിൻ്റെയും പുരുഷാർത്ഥം ചെയ്യണം. സദാ സന്തോഷമായും ഹർഷിതമുഖമായും ഇരിക്കണം. വരദാനം:
അന്തർവാഹക ശരീരത്തിലൂടെ സേവനം ചെയ്യുന്ന കർമ്മബന്ധനമുക്തവും ഡബിൾ ലൈറ്റുമായി ഭവിക്കട്ടെ. ഇതുപോലെ സ്ഥൂല ശരീരത്തിലൂടെ സാകാരി ഈശ്വരീയ സേവനത്തിൽ ബിസിയായിരിക്കുന്നു. അതുപോലെ തൻ്റെ ആകാരി ശരീരത്തിലൂടെ അന്തർവാഹക സേവനവും അതോടൊപ്പം ചെയ്യണം. ഏതുപോലെയാണോ ബ്രഹ്മാവിലൂടെ സ്ഥാപനയുടെ അഭിവൃദ്ധി ഉണ്ടായി, അതുപോലെ ഇപ്പോൾ താങ്കളുടെ സൂക്ഷ്മ ശരീരങ്ങളിലൂടെ ശിവശക്തിയുടെ കമ്പൈൻഡ് രൂപത്തിൻ്റെ സാക്ഷാത്കാരത്തിലൂടെ സാക്ഷാത്കാരവും സന്ദേശവും ലഭിക്കുന്നതിൻ്റെ കാര്യം ഉണ്ടാകേണ്ടതുണ്ട്. അതിനാൽ ഈ സേവനത്തിനു വേണ്ടി കർമ്മം ചെയ്യുമ്പോഴും ഏതൊരു കർമ്മബന്ധനത്തിൽ നിന്നും മുക്തമായി സദാ ഡബിൾ ലൈറ്റ് രൂപത്തിലിരിക്കൂ. സ്ലോഗൻ: അംഗീകാരത്തിൻ്റെ ത്യാഗത്തിൽ സർവരാലും അംഗീകരിക്കപ്പെട്ടവർ ആകുന്നതിൻ്റെ ഭാഗ്യം ഉൾക്കൊള്ളപ്പെട്ടിട്ടുണ്ട്. ഓം ശാന്തി. ശാന്ത സ്വരൂപ ആത്മാവാണ് ഞാൻ. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി നക്ഷത്രം പോലെ തിളങ്ങുന്ന എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിക്കുകയാണ്. ഈ സാകാര ലോകത്തിൽ അശാന്തിയുടെ അഗ്നിയിൽ എരിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി ശാന്തിയുടെ മഹാദാനി ആകേണ്ടതുണ്ട്. ഈ സങ്കല്പം എന്നെ സ്വാഭാവികമായി ശാന്തിയുടെ സാഗരനായ ശിവബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യിക്കുന്നു. ദിവ്യ ജ്യോതിസായ ശിവബാബയിൽ നിന്നും പ്രസരിക്കുന്ന പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ എൻ്റെ ചിത്തത്തിൽ നിറയുന്നു. ശാന്തിയുടെ ശക്തി എന്നിൽ പൂർണ്ണമായും നിറയുന്നു. ഈ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ വിശ്വത്തിൻ്റെ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ അശാന്തതയുടെ അഗ്നിയിലെരിയുന്ന ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അഗ്നിയെ അണയ്ക്കട്ടെ. അവരുടെ ചിത്തം ശാന്തമാകട്ടെ. അവർ ശാന്തസ്വരൂപ ആത്മാക്കളായി മാറട്ടെ. പരമാത്മാ ശാന്തിയുടെ ഈ ദിവ്യ കിരണങ്ങൾ ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവരും ശാന്തി സാഗരൻ്റെ
നേർക്ക് ആകർഷിക്കപ്പെടട്ടെ.